ദർ ഇസ് നോ അബ്സല്യൂട്ട് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ സ്ട്രെച്ച് മാർക്സ്. സ്ട്രെച്ച് മാർക്സ് ഉള്ളത് അവിടെ തന്നെ ഉണ്ടാവും. ദേ ആർ ടേക്കൺ ബാക്ക് ടു ദിയർ ഒറിജിനൽ, അതായത് പ്രീ പ്രഗ്നൻസി എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലത്തെ ഷേപ്പിലാവുക ആൻഡ് ഇൻ എ ഹെൽത്തിയർ വേർഷൻ. പ്രഗ്നൻസിക്ക് ക്രേവിങ്സ് ഉണ്ടാകുമ്പം ദേ ആർ ഹാവിങ് എ ഫ്രീഡം, എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളൊരു ഫ്രീഡം ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പം ദിസ് ഇസ് എ ലോട്ട് ഓഫ് ഫാമിലി സപ്പോർട്ട്. നമ്മൾ സാധാരണ വിചാരിക്കുന്ന അങ്ങനെയല്ല. ചിലർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതിരിക്കാൻ തന്നെ കാരണം ബ്രസ്റ്റിന് പല ചേഞ്ചസ് വരും, സാഗിങ് ആവുമെന്ന് പേടിച്ചിട്ടാണ്. ഐ എം നോട്ട് സെയിങ് ലൈക്ക് ഇപ്പം എന്തായാലും ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുത്ത് തന്നെ കുട്ടീനെ വളർത്തണം എന്നില്ല. ചില മദേഴ്സിന് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരിക്കും. എന്താ ഗ്രാൻഡ് മദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സ് പറയും നല്ലോണം മിൽക്ക് വരണമെങ്കിൽ നല്ലോണം കഴിക്കണം. പക്ഷേ ചില അമ്മമാർ പറയില്ലേ, നമ്മൾ വയറ് കെട്ടി ഒരു ബൈൻഡർ വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ വയറ് തിരിച്ച് ഉള്ളിൽ പോയേക്കാം. അതിൽ അപ്പോൾ വാട്ട് ഹാപ്പൻസ് അവരുടെ കൂടെയുള്ള കൊളീഗ്സ് മൈറ്റ് സെൻസ് ദാറ്റ് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. സോ ചിലവർക്കൊക്കെ അത് മനസ്സിലാവും ആൻഡ് ദേ വിൽ കം ഫോർ എ ട്രീറ്റ്മെൻറ്റ്. ദേ മൈറ്റ് വെയിറ്റ് ഫോർ ഇറ്റ്, കുറച്ച് കഴിഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യുന്നുള്ള. പക്ഷേ ഇതൊക്കെ വെൻ ഇറ്റ് അഫക്ട്സ് യുവർ കരിയർ, വെൻ ദേ കം ടു us, നമുക്കും അത് 2 വർഷം വെയിറ്റ് ചെയ്യുമെന്ന് പറയാൻ എത്തിക്കലി പറ്റില്ല. വി നീഡ് ടു ഹെൽപ്പ് ദം. അടുത്തിടയ്ക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എൻക്വയറിയാണ് മമ്മി മേക്ക് ഓവർ. അതായത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പല ചേഞ്ചസും ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം റിവേഴ്സ് ചെയ്തിട്ട് പ്രീ പ്രഗ്നൻസി ബോഡിയിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊസീജിയേഴ്സാണ് മമ്മി മേക്ക് ഓവർ. അപ്പോൾ ഇന്ന് ഇതിനെപ്പറ്റി ഉള്ള കോമൺ ഡൗട്ട്സും അത് എന്താണ് എന്നുള്ള ഒരു ഡിസ്കഷനായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ കീർത്തിയാണ്, ഗൈനക്കോളജിസ്റ്റ്, വൺ ഓഫ് ദ ലീഡിങ് ഗൈനക്കോളജിസ്റ്റ് ഇൻ കൊച്ചിൻ. അപ്പോൾ നമ്മളിന്ന് വിൽ ഗോ ഇൻ ടു ഡെപ്ത് അബൌട്ട് മമ്മി മേക്ക് ഓവർ. ഓക്കെ ഡോക്ടർ കീർത്തി, അപ്പോൾ മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ലൈക്ക് ദ വേർഡ് സജസ്റ്റ്, മോമി മേക്ക് ഓവർ എന്ന് പറയുമ്പം ആഫ്റ്റർ ദ ലേഡി ഹാസ് കംപ്ലീറ്റഡ് ആ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്ത് ഫാമിലി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദേ ആർ ടേക്കൺ ബാക്ക് ടു ദിയർ ഒറിജിനൽ, അതായത് പ്രീ പ്രഗ്നൻസി എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലത്തെ ഷേപ്പിലാവുക ആൻഡ് ഇൻ എ ഹെൽത്തിയർ വേർഷൻ. സോ അതാണ് ബേസിക്കലി മോമി മേക്ക് ഓവറിനെ പറ്റിയിട്ട് ഉദ്ദേശിക്കുന്നത്. മെനി പ്രൊസീജിയേഴ്സ് ആർ ദെയർ, അതായത് ബ്രസ്റ്റ് റിഡക്ഷനായിട്ട് ചെയ്യാം, ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ, ലൈപ്പോസക്ഷൻ ആൻഡ് ടമ്മി ടക്ക്. ബേസിക്കലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ദിസ് ടമ്മി ടക്ക്, വിച്ച് യൂഷ്വലി ദ പ്ലാസ്റ്റിക് സർജൻസ് ആണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ പ്രൊസീജിയേഴ്സ് ദാറ്റ് ആർ ഡൺ. എന്തൊക്കെയാണ് ഒരു ചേഞ്ചസ് സംഭവിക്കുന്നത് ആഫ്റ്റർ ഡെലിവറി? ഇപ്പോൾ മൾട്ടിപ്പിൾ ഡെലിവറീസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ അവർ ഡോക്ടറോട് എന്താണ്, വാട്ട് ആർ ദർ യൂഷ്വൽ റിക്വസ്റ്റ് ഓർ വാട്ട് ആർ ദ കൺസേൺസ്? ഓക്കെ, യൂഷ്വലി എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ലേഡീസ്, പ്രഗ്നൻറ്റ് ലേഡീസ് ഒരു ലോങ് ടേം ലീവ് ഒക്കെ ആയിട്ട് എടുക്കും ഡ്യൂറിങ് പ്രഗ്നൻസി ഓർ ബൈ 6-7 months ആകുമ്പോൾ, ഡ്യൂ ടു വേരിയസ് റീസൺസ്. ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആവാം ഓർ ബിക്കോസ് ഓഫ് ദ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആവാം. അപ്പം ദേ ഫോൾ ഇൻ ടു എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഡ്യൂറിങ് ദ പ്രഗ്നൻസി. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദർ എ ലോട്ട് ഓഫ് വെയിറ്റ് ഗെയിൻ. ഇഫ് ദേ ആർ വർക്കിംഗ് ടിൽ ഒരു 8-9 months വരെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. പക്ഷേ ഡ്യൂറിങ് പ്രഗ്നൻസി തന്നെ ഓൾറെഡി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആകുമ്പം ഒരുപാട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. സോ ഇൻ ജനറൽ അവരുണ്ടാവുന്ന ആ ഒരു വെയിറ്റ് ഗെയിൻ, ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവാം, ഇൻ ടോട്ടൽ വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടാവാം, ഹെൽത്ത് ഇഷ്യൂസ് അതായത് ലെഗ്സ് അല്ലെങ്കിൽ ആംസിലൊക്കെ വെയിറ്റ് ഗെയിൻ കൂടുതലായിട്ടുണ്ടാവാം. സോ ദീസ് ആർ ദ വെയിറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത് ഡ്യൂറിങ് പ്രഗ്നൻസി. ആൻഡ് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ വി കനോട്ട് അഡ്വൈസ് ദം ഒരു ഡയറ്റായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത്, എസ്പെഷ്യലി ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഡയറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അൺലെസ് ഒരു ഇൻഡിക്കേഷൻ ഇല്ലാണ്ട്. അതായത് ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ വി ക്യാൻ റെസ്ട്രിക്റ്റ്, ഷുഗർ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അതർവൈസ് പ്രഗ്നൻസിക്ക് ക്രേവിങ്സ് ഉണ്ടാകുമ്പം ദേ ആർ ഹാവിങ് എ ഫ്രീഡം, എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളൊരു ഫ്രീഡം ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പം ദിസ് ഇസ് എ ലോട്ട് ഓഫ് ഫാമിലി സപ്പോർട്ട്, ബിക്കോസ് ദാറ്റ് ഇസ് ദി ഓൺലി ടൈം ഫീമെയിൽ വിൽ ബി മാക്സിമം എന്താ പറയുക പാമ്പേർഡ്. അപ്പം ആ ഒരു വെയിറ്റ് ഗെയിൻ ആണ് യൂഷ്വലി കാണുക ഡ്യൂറിങ് പ്രഗ്നൻസി. ആൻഡ് ആഫ്റ്റർ ഡെലിവറി എന്തൊക്കെയാണ് ദ കൺസേൺസ്? ആഫ്റ്റർ ഡെലിവറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ടേഷൻ കംസ് ഇൻ ടു പിക്ചർ. Yeah. ടിൽ ദെൻ ഇറ്റ് ഈസ് ഓൺലി ദ ജനറൽ വെയിറ്റ് ഗെയിൻ. ഇപ്പോൾ ലാക്ടേഷൻ കൂടി ആകുമ്പോഴത്തേക്ക് ബ്രസ്റ്റിൻ്റെ ഒരു എന്താ പറയുക എൻലാർജ്മെൻ്റ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കാണും. ആൻഡ് ഇറ്റ് വേരീസ്, പേഷ്യൻസ് അനുസരിച്ചിട്ട് വേരി ചെയ്യും. അവരുടെ ഒരു ജനറ്റിക് പാറ്റേണും പ്ലേസ് എ റോൾ ഇൻ ഇറ്റ്. പിന്നെ അവർ ചില മദേഴ്സ് ആണെങ്കിൽ ഫീഡിങ് ഉണ്ടാവും, ചിലവർ ഫീഡിങ് ഉണ്ടാവില്ല. സോ ലോങ് ടേം ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ആകുമ്പം ഇൻ ജനറൽ നോക്കുമ്പം അവർക്ക് കുറച്ചൊരു വെയിറ്റ് കുറയും, കുറച്ച് ഫീഡിങ് ഒക്കെ ആകുമ്പം ബിക്കോസ് ഓഫ് ദ ഹോർമോണൽ ചേഞ്ചസ് ആൻഡ് എവറിത്തിങ്. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് കുറഞ്ഞ ഫോർമുല ഫീഡ്സിലോട്ട് പോകുന്ന മദേഴ്സ് ആകുമ്പം ഇൻ ജനറൽ അവരുടെ വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഓഹോ, ഓക്കെ. അപ്പം സോ ദീസ് ആർ ദ ഫ്യൂ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, നമ്മൾ സാധാരണ വിചാരിക്കുന്ന അങ്ങനെയല്ല. ചിലർ
ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതിരിക്കാൻ തന്നെ കാരണം ബ്രസ്റ്റിന് പല ചേഞ്ചസ് വരും, സാഗിങ് ആവുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പം അങ്ങനെയല്ല, ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ഓൾവേസ് is good because that itself helps in a bit of weight reduction. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ആൻഡ് ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ദ ബേബിക്ക് മാത്രമല്ല മദറിന് ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് ഈ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ വി പ്രൊമോട്ട് ദ ബ്രസ്റ്റ് ഫീഡിങ് ബിക്കോസ് വൺ ഓഫ് ദ റീസൺസ് ഇസ് മദറിന് ഉണ്ടാവുന്ന ആ ഒരു വെയിറ്റ് ലോസ് ഇസ് വൺ ഓഫ് ദ റീസൺസ്. പക്ഷേ ഇഫ് ഫീഡിങ് ഇസ് ഐ എം നോട്ട് സെയിങ് ലൈക്ക് ഇപ്പം എന്തായാലും ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുത്ത് തന്നെ കുട്ടീനെ വളർത്തണം എന്നില്ല. ചില മദേഴ്സിന് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരിക്കും. ഇൻ സ്പൈറ്റ് ഓഫ് ഗെറ്റിംഗ് എന്താ പറയുക അതിനുള്ള മെഡിക്കേഷൻസ് എത്ര കഴിച്ചിട്ടുണ്ടെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ചിലപ്പോൾ പ്രൊഡക്ഷൻ അധികം ഉണ്ടാവില്ല. സോ അങ്ങനത്തെ മദേഴ്സ് ചിലപ്പോൾ ഫോർമുല ഫീഡ്സ് ഒക്കെ ആകുമ്പം ഇൻ ജനറൽ അവരുടെ വെയിറ്റ് ലോസ് ഉണ്ടാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ദാറ്റ് ഇസ് റിഗാർഡിങ് ദ ബ്രസ്റ്റ്. ബാക്കി ചേഞ്ചസ് എന്താണ് വരുന്നത്? ഇപ്പോൾ പലരും പറയാറുണ്ട് പ്രഗ്നൻസിക്ക് കുറേ 12 കിലോസ് 15 കിലോസ് ഒക്കെ വെയിറ്റ് കൂടി, പക്ഷേ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇത് എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അങ്ങനെ ഒരു കണ്ടീഷൻ യെസ്, ഉണ്ട്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദർ. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദേഴ്സ് വാട്ട് ദേ ഡു ഇസ് ദ ഡോക്ടേഴ്സ്, അതായത് ആസ് എ ഗൈനക്കോളജിസ്റ്റ് വീൽ ടെൽ ദ മദേഴ്സ് കുട്ടി ഉറങ്ങുമ്പോൾ മദറും ഉറങ്ങണം. ഉം. ആൻഡ് ദ സ്ലീപ്പ് ദറ്റ് ദേ ഗെറ്റ് ഇസ് വെരി ലെസ്. ഉം. So whenever either they are feeding or they are sleeping or they are having their food, that's it. Still sedentary lifestyle. 3 to 6 months ഒരു മെറ്റേണിറ്റി ലീവ് ഒക്കെ ആയിട്ട് എടുക്കും. സോ ഓൾ ദിസ് വൈൽ ദേ ആർ ജസ്റ്റ് ബീയിങ് അറ്റ് ഹോം വിത്തൗട്ട് എനി ആക്ടിവിറ്റി, എക്സസൈസ് ഒന്നുമില്ല. ആൻഡ് ഡയറ്റ് പ്രോപ്പറായിട്ട് കഴിക്കും. ബിക്കോസ് എന്താ ഗ്രാൻഡ് മദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സ് പറയും നല്ലോണം മിൽക്ക് വരണമെങ്കിൽ നല്ലോണം കഴിക്കണം. അങ്ങനെ അതിൽ യെസ് അതിൽ അതിൽസെ മിനി ഇപ്പോൾ ഐറ്റംസ് ഒക്കെ പറയുകയാണെങ്കിൽ ഉലുവാക്കഞ്ഞി എന്ന് പറയും. ഇപ്പോൾ ഉലുവാക്കഞ്ഞി മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ ആഡഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫുഡ് നല്ലോണം കഴിക്കാൻ പറയും, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് പറയും. സോ ജാഗരി ഇട്ടിട്ടുള്ള ഫുഡ് ഐറ്റംസ്. സോ ദീസ് ഓൾ ആർ ആഡഡ് ഫാക്ടേഴ്സ്. അപ്പോൾ അതൊക്കെ വെയിറ്റ് ഗെയിനിന് ഇൻ ജനറലി എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇഫ് ദ ലേഡി ഗോസ് ടു വർക്ക് ഏർലി, ഇപ്പോൾ 3 to 6 months തന്നെ ഇഫ് ഷീ ഈസ് വർക്കിംഗ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഓക്കെ. പക്ഷേ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ബിക്കോസ് ദേ ഓൾറെഡി ബി ടയേർഡ് ആയിരിക്കും. എസ്പെഷ്യലി ഫസ്റ്റ് മദേഴ്സ് ഒക്കെ ആകുമ്പം ദേ ആർ നോട്ട് യൂസ് ടു ഹൗ ഇറ്റ് ഈസ്, എങ്ങനെ വർക്ക് ചെയ്യാം. പകൽ മുഴുവൻ പണിയെടുത്തിട്ട് രാത്രി കുറച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും കുട്ടി ഉറക്കം കിട്ടാൻ ഇഫ് ദേ ഹാവ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദാറ്റ് വിൽ ബി കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷേ സപ്പോർട്ട് സിസ്റ്റം യൂഷ്വലി ഉണ്ടാവുക ഇസ് ദിയർ മദർ ഇൻ ലോ ഓർ ദിയർ മദർ. പക്ഷേ ദേ ആർ ഓൾസോ ഏജ്ഡ്. അപ്പോൾ അവർക്കും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ യു നീഡ് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. കുറച്ചുകൂടി ഒരു ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും, എസ്പെഷ്യലി പോസ്റ്റ് പാർട്ടം. നമ്മൾ മമ്മി മേക്ക് ഓവറിന് നമുക്ക് വരുന്ന വൺ ഓഫ് ദ മെയിൻ കൺസേൺ ഈസ് കുറച്ച് സ്കിൻ ലാക്സിറ്റി. അതായത് ചിലപ്പോൾ ബ്രസ്റ്റ് കുറച്ച് സാഗ് ചെയ്യാം, അല്ലെങ്കിൽ ടമ്മിയുടെ സ്കിൻ വലിയ വയറൊക്കെ ഉള്ള, ഇപ്പോൾ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ പോളിഹൈഡ്രാമിനസ് ഭയങ്കരമായിട്ട് ഫ്ലൂയിഡ് കൂടുതലുള്ള യൂട്രസ് ഒക്കെ ആണെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ചിലപ്പോൾ കുറച്ച് സാഗിങ് ഉണ്ടാവും. അവർ ഒട്ടണമെന്നില്ല, ഇടിയും, വയറിടിയും. അതുപോലെ തന്നെ കയ്യിൽ സ്കിൻ ഇടിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡബിൾ ചിന്നൊക്കെ ആയിട്ട് വരുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിലും ഈ ഒരു ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണോ? അതായത് റിട്ടേൺ ടു വർക്ക് ഓർ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ തിരിച്ച് പെട്ടെന്ന് വരാതിരിക്കാൻ, ഇസ് ദാറ്റ് വൺ ഓഫ് ദ റീസൺസ്? ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാഗിങ് വി കനോട്ട് ചേഞ്ച് ഇറ്റ്. ഫാറ്റ് നമുക്ക് മാറ്റാൻ പറ്റും വിത്ത് ദിസ് എക്സസൈസ് ആൻഡ് എവറിത്തിങ്. ബട്ട് ദറ്റ് സാഗിങ് അത് ഇറ്റ് വിൽ സ്റ്റിൽ ബി ദെയർ. ചിലർക്ക് നമ്മൾ കാണാറുണ്ട് നല്ലപോലെ വയറൊട്ടും, ചിലർക്ക് കുറച്ച് ഇടിയും. അത് ഒരു ജനറ്റിക് കമ്പോണൻ്റ് ആണ്. ദാറ്റ് ജനറ്റിക് ഇസ് ദെയർ. ആൻഡ് ഓൾസോ കുറച്ച് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഈസ്റ്റേൺ ഓർ ഒരു സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻ കമ്പാരിസൺ ടു വെസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷൻ കണക്റ്റീവ് ടിഷ്യൂ ഡിഫക്ട്സ് ആണ് യൂഷ്വലി കാണുക. ഓക്കെ. ഇപ്പം മൾട്ടിപ്പിൾ ഡെലിവറീസ് ഒക്കെ കഴിഞ്ഞ ഒരു എന്താ പറയുക വെസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ദേ വോണ്ട് ഹാവ് ലാക്സിറ്റി, അധികം ഉണ്ടാവില്ല, ഇല്ല. ആൻഡ് പ്രൊലാപ്സ്, അതായത് യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുന്നത് ഒരു സെക്കൻഡ് തേർഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ ആണെങ്കിൽ ഡിസെൻറ്റ്, യൂട്രോവജനൽ ഡിസെൻറ്റ്, താഴോട്ട് പ്രൊലാപ്സ് ആയിട്ട് ഇറങ്ങി വരുന്നതെന്നുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് തോന്നും. ഓവർ ഏജ്, അതായത് ഒരു 50s 60s ഒക്കെ ആകുമ്പോഴത്തേക്ക്. പക്ഷേ ഇൻ കേസ് ഓഫ് ഒരു അറബ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് സീൻ. Even laxity, even umbilical hernia, it's not very common like that in Indian population. Ethnic reasons ഒരു important reason ആണ്. Very important reason. പക്ഷേ we cannot do anything about it. അപ്പം കണക്റ്റീവ് ടിഷ്യൂ ആണ് plays a big role. That collagen level in our body plays a big role. ഓക്കെ. ചില അമ്മമാർ പറയില്ലേ നമ്മൾ വയറ് കെട്ടി ഒരു ബൈൻഡർ വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ വയറ് തിരിച്ച് ഉള്ളിൽ പോയേക്കാം. അതിൽ വലിയ അർത്ഥമില്ല. ഡസൻ ഹാവ് എ സയൻറ്റിഫിക് റോൾ. പക്ഷേ ദേ മൈറ്റ് ഫീൽ ഇറ്റ്.
ആസ് എ പേഴ്സൺ ഇഫ് ദേ ആർ ടൈങ് വയറൊക്കെ കെട്ടി വെക്കുമ്പോൾ ദേ വിൽ ഫീൽ ഒരു സെക്യൂർ ഫീലിംഗ് വെൽബീയിങ് കിട്ടും. സോ ദേ വിൽ തിങ്ക് ദറ്റ് എവറിത്തിങ് ഇസ് ടൈറ്റ്, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി നോട്ട് ദ തിങ്. അതാണ് ടെമ്പററി ആയിട്ടൊരു കോൺസെപ്റ്റ് temporary മാത്രമാണ്. ആയിട്ട് temporary. അതുകൊണ്ടിട്ട് നമുക്ക് സാഗിനെസ് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല. പറ്റില്ല. വൺ ഓഫ് ദ അതർ ഡൗട്ട്സ് വെരി കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ നെക്സ്റ്റ് മന്ത് എനിക്ക് സിസേറിയൻ സെക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാരണങ്ങളാൽ. അപ്പോൾ അതിൻ്റെ കൂടെ എന്നാൽ അത് കഴിയുമ്പോൾ എനിക്ക് വയറ് ഇടിയുമെന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് പ്രഗ്നൻസിയാണ്. എന്നാൽ ആ സിസേറിയൻ്റെ കൂടെ തന്നെ ഈ എക്സ്ട്രാ സ്കിൻ എടുത്ത് കളഞ്ഞിട്ട് ടമ്മിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ, അത് ഈസ് എ പോസിബിൾ? ഐ വുഡൻറ്റ് റെക്കമെൻഡ് ദാറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഒരു ഗൈനക്കോളജിസ്റ്റും അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് പ്രഗ്നൻസി ഇറ്റ് സെൽഫ് ഇസ് എ ത്രോംബോ എംബോളിസം ഉണ്ടാവാനുള്ളൊരു സ്റ്റേറ്റ് ആണ്. ക്ലോട്ട് വരാൻ ചാൻസ് ഉള്ള ക്ലോട്ട്സ് വരാനുള്ള ചാൻസ് ഉള്ള സ്റ്റേറ്റ് ആണ്. സോ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഒരു പൊസിഷനിലാണ് കിടത്തിരിക്കുന്നത് ഡ്യൂറിങ് ദ സർജറി. അപ്പം ക്ലോട്ട്സ് വരാനുള്ള ചാൻസ് ആകുമ്പം വെൻ വി ഹാവ് എ പ്രൊലോങ്ഡ് പ്രൊസീജിയർ ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക്. അതുകൊണ്ട് സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ ആംബുലേഷൻ അറ്റ് ദി ഏർലിയസ്റ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ്സ് ബെറ്റർ ഒരു ടൈം ഫ്രെയിം കൊടുത്ത് കഴിഞ്ഞിട്ട് വൺസ് പേഷ്യൻ്റ് ഒന്ന് റിക്കവറി ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഒന്ന് സ്റ്റെബിലൈസ് ആയിട്ട് വൺസ് ഈ ഈവൻസിൻ്റെ ചാൻസസ് ഒക്കെ കുറയുമ്പോൾ ദെൻ വി ക്യാൻ തിങ്ക് അബൌട്ട് ഒരു പ്രൊലോങ് പ്രൊസീജിയർ ലൈക്ക് ഈ ടമിറ്റക്കൊക്കെ. യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിലും വെയിറ്റ് ചെയ്ത് ആ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് അവരുടെ ഹോർമോണൽ ചേഞ്ച് എല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ട് എത്ര ലൂസ് സ്കിൻ ഉണ്ടെന്ന് അസസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 6 months. അതിനേക്കാൾ മുമ്പ് ചെയ്യുമ്പോൾ ദ തിങ് ഈസ് ചിലപ്പോൾ ആ സ്കിൻ ഒട്ടാൻ ചാൻസ് ഉള്ള സ്കിൻ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു സർജറി അൺവാണ്ടഡ് ആയിട്ട് ചെയ്യുകയാണ്. അതർ തിങ് ഈസ് അവിടെ കുറേ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. വി കനോട്ട്, നമുക്ക് എത്ര സ്കിൻ എക്സ്ട്രാ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. കൂടുതൽ എടുത്ത് കളഞ്ഞാലും പിന്നെ പ്രശ്നമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 6 months കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പോകാറുള്ളൂ. വി ക്യാൻ ഗിവ് ദം ഇപ്പോൾ ഒരു ടൈം ഫ്രെയിം ഇത്രയും നാൾ നോക്കാം ആൻഡ് ദെൻ വിൽ ഗിവ് ദം എ ടൈം ഫ്രെയിം ആകുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ഓൾസോ ഫീൽ ഓക്കെ കുറച്ച് എക്സസൈസും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ട് നോക്കാം. ഇത്രയും നാളിനുള്ളിൽ ഡോക്ടർ തിരിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വിൽ സി ഇഫ് ദർ ഇസ് എ ഡിഫറൻസ്. ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് വിൽ ഓപ്റ്റ് ഫോർ എ സർജറി. അങ്ങനെ ചിന്തിക്കും. മദർഹുഡ് ഈസ് എ വെരി ഹാപ്പി തിങ് ഇൻ എ വുമൻസ് ലൈഫ്. പക്ഷേ കുറച്ച് ഇഷ്യൂസ് അതിൻ്റെ കൂട്ടത്തിൽ വരാൻ ചാൻസ് ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി. ദ വൺ തിങ് ഈസ് സ്ട്രെസ് യൂറിനറി ഇൻകോൺഫിഡൻസ്. അതായത് നമ്മൾ ഒരു ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ അറിയാണ്ട് കുറച്ച് യൂറിൻ ലീക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ യൂറിൻ ലീക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി എംബറാസിങ് തിങ്. കൺട്രോൾ ശരിക്കും കിട്ടാത്തൊരു കണ്ടീഷൻ. വാട്ട് ഈസ് ദാറ്റ്? കാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് ദാറ്റ്? ഓക്കെ, സ്ട്രെസ് അത് ഇൻകോൺഫിഡൻസ് പറയുന്നത് ദർ ആർ ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുണ്ട്. അപ്പം സ്ട്രെസ് ഇൻകോൺഫിഡൻസ് പറയുമ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പം അല്ലെങ്കിൽ തുമ്മുമ്പം യൂറിൻ അറിയാണ്ട് ലീക്ക് ആവുന്നത്. ഏർജ് ഇൻകോൺഫിഡൻസ് പറയുമ്പം വി വോണ്ട് ടു ഗോ ടു വാഷ്റൂം പോകാൻ തോന്നുന്നുണ്ട്, പക്ഷേ വാഷ്റൂം എത്തുന്നതിന് മുന്നേ തന്നെ യൂറിൻ ലീക്ക് ആവുന്നു. സോ ദർ ഇസ് എ ഡിഫറൻസ്. ആൻഡ് ഈ രണ്ട് കാരണവും ദ റീസൺ ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. അതായത് ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ യൂറിൻ പോകുന്നത് ദാറ്റ് ഈസ് സ്ട്രെസ് ഇൻകോൺഫിഡൻസ്. അതിന് വരുന്ന ഇഷ്യൂസ് മൂത്രസഞ്ചിയിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ട്യൂബ് പോലത്തെ സ്ട്രക്ചറാണ് യൂറിത്ര. അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ദാറ്റ് ഈസ് പെൽവിക് ഫ്ലോറിൻ്റെ മസിൽ. സോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസിന് പെൽവിസിൻ്റെ താഴെ ഒരു മസിൽ ഉണ്ട്, അത് പെൽവിക് ഫ്ലോർ മസിൽസ്. ബേസിക് കോമ്പണൻ്റ് ആണ് ലെവേറ്റർ ആന മസിൽ. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടാണ് സപ്പോർട്ട്സ് ദ ബ്ലാഡറിൻ്റെ പോർഷൻ, യൂറിത്രൻ്റെ പോർഷൻ, വജൈന ആൻഡ് യൂട്രസിൻ്റെ പോർഷൻ ആൻഡ് ഈവൻ റെക്ടം മോഷൻ പാസ് ചെയ്യുന്ന ഭാഗം. ഇത് ഈ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ കീഗൽസ് മാനൂവർ ചെയ്യുന്നത്. യെസ്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസിൽസ് ആണ് പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്നത്. ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ കുറച്ചൊരു ലാക്സിറ്റി ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത ഡെലിവറി, ഫോർസെപ്സ്, വാക്യൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെലിവറി ഓർ പ്രൊലോങ്ഡ് സെക്കൻഡ് സ്റ്റേജ്, ലേബറിൻ്റെ ഓരോ സ്റ്റേജസ് ആണ്. അത് പ്രൊലോങ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഡിസെൻ്റ് ഒക്കെ വരാനുള്ള കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പം ഈ ലാക്സിറ്റി ഉണ്ടാവുന്ന വൺ ഓഫ് ദ റീസൺ ഇസ് യൂറിത്രൻ്റെ അവിടെയുള്ള ആ മസിലിൻ്റെ പ്രഷർ, ആ ഒരു ഹാമക് സിസ്റ്റമാണ്. ഇപ്പം മൂത്രസഞ്ചി ഇങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ട്യൂബ് പോലത്തെ സ്ട്രക്ചറാണ് യൂറിത്ര, അതിനൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ഈ ഒരു പെൽവിക് ഫ്ലോ മസിൽസ് ലൈക്ക് എ ഹാമക്. അപ്പം അത് ലാക്സ് ആകുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും യൂറിത്രൻ്റെ പോർഷൻ. അപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്ന ഇപ്പോൾ ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് യൂറിൻ പോകും. ആ സപ്പോർട്ട് ഇസ് നോട്ട് ദർ, ലോക്ക് സിസ്റ്റം ഇസ് നോട്ട് ദർ. അതാണ് പറ്റുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്ട്രെസ് യൂറിനറി ഇൻകോൺഫിഡൻസ്. എന്തെങ്കിലും ഒരു നമ്മൾ സ്ട്രെസ്സിലാവുമ്പോൾ യൂറിൻ അറിയാണ്ട് ലീക്കായി പോകുന്നത്. അപ്പോൾ അത് ഈ മമ്മി മേക്കോ സർജറിക്ക് ടമ്മി ടക്കിനോ അല്ലെങ്കിൽ ബ്രസ്റ്റ് സർജറി ചെയ്യാൻ വരുമ്പോൾ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇതിൻ്റെ കൂടെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ എന്നുള്ളതും, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് ക്യാൻ ഇറ്റ് ബി കമ്പൈൻഡ് വിത്ത് ടമ്മി ടക്ക് ഓർ എ ബ്രസ്റ്റ് സർജറി എന്നുള്ളത്. ഓക്കെ, ഈ സ്ട്രെസ് ഇൻകോൺഫിഡൻസിന് വരുന്ന പ്രൊസീജിയേഴ്സിൽ വി ഓൺലി ഹാവ് 2 മെത്തേഡ്സ്. ഒന്നെങ്കിൽ TVT, ട്രാൻസ് വജൈനൽ ടേപ്പ് എന്ന് പറയും, ടേപ്പ്, ഓർ ട്രാൻസ് ഒബ്റ്റുറേറ്റർ, TOT, ട്രാൻസ് ഒബ്റ്റുറേറ്റർ ടേപ്പ്. അപ്പം ഇതിൽ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്യാണ് ടു ഗിവ് എൻ ആഡഡ് സപ്പോർട്ട്.
അപ്പം എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷാണ്, ഒരു പോളിപ്രോപ്പിലിൻ മെറ്റീരിയൽ മാക്രോപോറസ് മെഷ്, ഹെർണിയൊക്കെ ചെയ്യുന്ന മെഷ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ആ മെഷ് യൂസ് ചെയ്യുമ്പം വി ആർ ഗിവിങ് എ സപ്പോർട്ട് സിസ്റ്റം. ആ യൂറിത്രയ്ക്ക് ചുറ്റും ഒരു സപ്പോർട്ടായിട്ട് വെക്കും, ഒരു ആർക്ക് പോലെ വെക്കും, സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ഇറ്റ്സ് സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. ഡ്യൂറിങ് ഈ ടമ്മി ടക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വജനയിൽ ചെറിയൊരു ഇൻസെഷൻ ഇട്ടിട്ട് ഈ ഒരു മെഷ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. സോ ദാറ്റ് ഹെൽപ്സ് ഇൻ ഒരു സപ്പോർട്ട്. അത് ചെയ്ത ഉടനെ തന്നെ ദ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഓർ ഈവൻ ആ ദിവസം ഈവനിങ് ആകുമ്പോൾ തന്നെ പേഷ്യൻ്റ് വിൽ റിയലൈസ് ദറ്റ്. എന്ന് വെച്ചാൽ ഡ്രാസ്റ്റിക് ഡിഫറൻസ്, എസ്പെഷ്യലി TVT പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ആയിരിക്കും. സോ ദേ വിൽ ഓൾസോ ഫീൽ കംഫർട്ടബിൾ. ദിസ് ഇസ് സംതിങ് ദറ്റ് പേഷ്യൻസ് യൂഷ്വലി വോണ്ട് സേ. അതെ. 70 to 80% of women, they won't accept or tell to others that they have a stress incontinence, because one, or embarrassing thing ആണ്, and two, they'll always use ഈ panty liners which is freely നല്ലോണം available, not freely but yeah. So അത് യൂസ് ചെയ്യുമ്പം they'll feel comfortable. Over time they'll be adjusted to this. അപ്പോൾ what happens is അവരുടെ കൂടെയുള്ള കൊളീഗ്സ് മൈറ്റ് സെൻസ് ദറ്റ് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. സോ ചിലവർക്കൊക്കെ അത് മനസ്സിലാവും ആൻഡ് they'll come for a treatment. സോ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഇതുണ്ടെങ്കിലും മൈന്യൂട്ട് ആണെങ്കിൽ they won't take it as a big issue and it needn't be also. ബട്ട് ഒരുപാടായിട്ട് യൂറിൻ പാസ് ചെയ്ത് പോകുമ്പോഴാണ് they'll come to for a consult. എന്നിട്ട് പറയും ഇതിന് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ they'll be agreeing for that because it is affecting their quality of life, social life, everything is being affected. So it's a small procedure. ടമ്മി ടക്കിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ. Can be combined. Combined. Another thing that patients come for is ഇപ്പോൾ എസ്പെഷ്യലി ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറി, ഫോഴ്സ് ഡെലിവറി ഒക്കെ ആയിരുന്ന പേഷ്യൻസ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലൂസായിട്ട് വജൈന കനാൽ ഭയങ്കര ലൂസായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് ആൻഡ് ക്യാൻ ഇറ്റ് ബി കറക്റ്റഡ്? ഓക്കെ, ഇപ്പം വജൈന ലൂസായിട്ടിരിക്കുന്നത് ഡെലിവറീൻ്റെ സമയത്ത് വി പുട്ട് ഇൻസെഷൻ, ഒരു മുറിവുണ്ടാക്കും, സോ ദറ്റ് ആ ബേബീൻ്റെ ഡെലിവറി ആ ഔട്ട്ലെറ്റ് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ഈസിയർ ഫോർ ദ ഡെലിവറി. അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ വജൈനൻ്റെ അവിടുന്ന് നേരെ താഴോട്ട് രക്തത്തിൻ്റെ പോർഷന് അവിടോട്ട് ടയർ ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ്. അതിന് വേണ്ടിയിട്ട് വി പുട്ട് ഒരു ഇൻസെഷൻ കുറച്ച് സൈഡിലോട്ടായിട്ട്. സോ ഈവൻ ഇഫ് ഇറ്റ് എക്സ്റ്റെൻസ് ഓൾസോ ഇറ്റ്സ് ഓക്കെ, ഡേഞ്ചറസ് ആയിരിക്കില്ല. അപ്പം ആ ഇൻസെഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചൊരു ലാക്സിറ്റി ആ ഭാഗത്ത് വരാം. ഈവൻ ഇഫ് എപ്പിസോഡും ഇട്ടിട്ടില്ലെങ്കിലും ചില കേസുകളിൽ ഓവർ ടൈം മൾട്ടിപ്പിൾ ഡെലിവറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊരു ലാക്സിറ്റി വരാം. അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ഇൻറ്റിമേറ്റ് ടൈംസ് ഒരു ടൈറ്റ്നെസ് കിട്ടുന്നില്ല, ഭയങ്കര ലൂസായിട്ട് ലാക്സിറ്റി ആയിട്ട് തോന്നുന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദർ ആർ മെനി മെത്തേഡ്സ്. അതായത് കുറേ എന്താ പറയുക, ചെയറിലിരുന്ന് വൈബ്രേഷൻ ആൻഡ് ടെക്നിക്സ്, അങ്ങനെ പല ടെക്നിക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഫോർ എ കംപ്ലീറ്റ് ആൻഡ് ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യു നീഡ് എ സർജിക്കൽ കറക്ഷൻ. യു നീഡ് ടു പുട്ട് എൻ ഇൻസെഷൻ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ പ്രോപ്പർ. ബേസിക്കലി ആ മസിലാണ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ വി ടൈറ്റൻ ദ മസിൽ വിത്ത് സ്റ്റിച്ചസ് അല്ലേ? അപ്പോൾ മസിലിന് സ്ട്രെങ്ത് കിട്ടുമ്പോൾ ആ ഇൻട്രോയിറ്റസ്, അതായത് വജന ക്യാവിറ്റിയുടെ ആ എൻട്രി പോയിന്റ് കുറച്ചും കൂടി ടൈറ്റ് ആവുന്നു. ആൻഡ് പേഷ്യൻ ക്യാൻ ആക്ച്വലി കൺട്രോൾ ഇറ്റ് ഓൾസോ. അതൊരു വോളണ്ടറി മസിൽ ആയത് കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൂസ്നെസ്സിനുള്ള ഫീല് മാറി കിട്ടും. ക്യാൻ ദിസ് ബി കമ്പൈൻഡ് വിത്ത് അതർ പ്രൊസീജിയേഴ്സ്? യെസ്, എനിത്തിങ്. ഇപ്പം ടമ്മി ടക്ക്, ട്രാൻസ്വജനൽ ടേപ്പ് ഇടുന്ന TVT ഫോർ ഇൻകോണ്ടിനൻസ് ആൻഡ് വജനൽ ലാക്സിറ്റി കറക്ഷൻ, ഓൾ ദീസ് ക്യാൻ ബി കമ്പൈൻഡ് ആസ് എ സിംഗിൾ സിറ്റിംഗ്. അപ്പം മൾട്ടിപ്പിൾ സ്റ്റേജസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഒരു സിംഗിൾ അനസ്തീഷ്യ തന്നെ നമുക്ക് പല പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഇറ്റ്സ് എ ഡേ കെയർ പ്രൊസീജിയർ ഇഫ് ഇറ്റ്സ് ഡൺ അലോൺ. മോർണിംഗ് ചെയ്ത ഈവനിങ് ആകുമ്പോഴത്തേക്ക് പോവാം. വലിയ റിക്കവറി ടൈം അങ്ങനെ ഒന്നുമില്ല. ആൻഡ് ദേ വിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ലൈക്ക് സെറ്റ്. വേഗം തന്നെ ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യും. ഫാമിലി കംപ്ലീറ്റ് ചെയ്തു, 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ, എത്രയെന്ന് വെച്ചാൽ ആ കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ ഇനി മമ്മി മേക്ക് ഓവർ അല്ലെങ്കിൽ ടമ്മി ടക്ക്, ആ ലൂസ് സ്കിൻ മാറ്റാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ വൺ ഫ്രീക്വൻറ്റ് ഡൗട്ട് ഇസ്, ഞാൻ എന്തായാലും പ്രസവം നിർത്തിയിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ കൂടെ ടമ്മി ടക്കിൻ്റെ കൂടെ ഈ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറും കൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി കമ്പൈൻഡ്. ഓൺലി തിങ് ഇസ് ഇപ്പോൾ ഈ ടമ്മി ടക്ക് ചെയ്യുന്നത് പെരിറ്റോണിയൽ ക്യാവിറ്റീൻ്റെ പുറത്തായിട്ടാണ്, റെക്ടസിൻ്റെ പുറത്തായിട്ടാണ്. അപ്പോൾ ആ സ്കിന്നിൻ്റെ പോർഷനൊക്കെ കംപ്ലീറ്റ്ലി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ അതിൻ്റെ അകത്താണ്. ഇറ്റ്സ് എ സ്മോൾ പ്രൊസീജിയർ, ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ പ്രൊസീജിയർ. കീഹോൾ വഴി ചെയ്യാൻ, ലാപ്രോസ്കോപ്പിക്കലി വഴി ചെയ്യാനാണെങ്കിൽ 10-15 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ. സോ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്കാർ പിന്നെ കാണില്ല, ബിക്കോസ് ആ സ്കാർ ഇസ് ടേക്കൺ ബൈ ദ പ്ലാസ്റ്റിക് സർജൻ. ചെയ്യുമ്പോൾ എടുക്കുന്ന സ്കിന്നിനാണ് നമ്മൾ അത് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ ഇടും. ഓൺലി തിങ് ഇസ് ആ ഒരു ബിക്കിനി ലൈനിലായിട്ട് ടമ്മി ടക്കിന്റെ സ്കാർ ഉണ്ടാവും, പക്ഷേ ദിസ് വിൽ ബി ഗോൺ. ഇറ്റ് ക്യാൻ ബി ഡൺ ടുഗദർ, ക്യാൻ ബി കമ്പൈൻഡ് ടുഗദർ അല്ലേ?
ആൻഡ് ഈവൻ ഇഫ് എന്തെങ്കിലും ഒരു അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ഓർ നേരത്തെ അറിയാം ഡ്യൂറിങ് പ്രഗ്നൻസി തന്നെ വല്ല ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു, യെസ് 5. കുറച്ച് വലിയ സൈസാണ്, പക്ഷേ എന്താ പറയുക 5-6 സെൻറ്റിമീറ്റേഴ്സ് ഓർ സംതിങ്, പക്ഷേ ഇറ്റ് ഡസൻ ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഡെലിവറി, നോർമൽ ഡെലിവറി ഒക്കെ ആയ പേഷ്യൻ്റ് ആണെങ്കിൽ ദറ്റ് ഫൈബ്രോയിഡ് ഇസ് സ്റ്റിൽ ദെയർ. ഐ റിമെമ്പർ 2 days ബാക്ക് വി ഓപ്പറേറ്റഡ് എ yes, കേസ്. yes. അപ്പോൾ ടമ്മിട്ടൊക്കെ ആയിരുന്നു വിത്ത് മസിൽ റിപ്പയർ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഷി റിക്വസ്റ്റഡ് ഫോർ എ ലാബ് സ്റ്റെറിലൈസേഷൻ ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ് ടുഗെദർ. Yes, yes. സോ കീ ഹോൾ ഇട്ട് നോക്കിയപ്പോഴാണ്, വീഡിയോ പോട്ട് ഇട്ടപ്പോഴാണ് അതിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു വിച്ച് വാസ് മിസ്ഡ്. അപ്പോൾ യു ഡിഡ് ദ ഫൈബ്രോയിഡ് സർജറി ഓൾസോ. അപ്പോൾ പേഷ്യൻ ഗോട്ട് ദ അഡീഷണൽ അഡ്വാൻറ്റേജ്. ഒന്ന് ടമ്മി ടക്കിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടി, സെക്കൻഡ് ലാബ് സ്റ്റെറിലൈസേഷൻ ചെയ്തു, തേർഡ് ആ ഫൈബ്രോയിഡ് വലിയ ഫൈബ്രോയിഡ് ആയിരുന്നു അത്യാവശ്യം. അത് കാരണം വരാനിരുന്ന പ്രശ്നങ്ങളും വി കുഡ് പ്രിവെൻറ്റ് ഇറ്റ് ഓൾ ടുഗെദർ. So can do combined procedures, അതായത് ഇൻസിഡൻ്റൽ ഡിറ്റക്റ്റഡ് എന്തെങ്കിലും ആണെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. ഈവൻ ഒവേരിയൻ സിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇൻസിഡൻ്റലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് കമ്പൈൻഡ് ആയിട്ട് ഡ്യൂറിങ് സ്റ്റെറിലൈസേഷൻ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില പേഷ്യൻസ് ആഫ്റ്റർ ബ്രസ്റ്റ് ഫീഡിങ് ഒരു 2-3 years ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കം വിത്ത് ഒരു സാഗിങ് ബ്രസ്റ്റ് ആയിട്ട്, ആൻഡ് അവർ ഇടുന്ന ഡ്രസ്സിൻ്റെയും അറ്റയറിനെയും ഒക്കെ ഇറ്റ് എഫക്ട്സ് അവരുടെ ഒരു എന്താ പറയുക ഒരു വർക്കിനൊക്കെ പോകുമ്പം ഇറ്റ് എഫക്ട്സ് അവരുടെ ഒരു എന്താ പറയുക, എന്താ അതിന് പറയുന്ന വേർഡ് എന്താ, സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ്. ഇറ്റ് എഫക്ട്സ് യുവർ സെൽഫ് കോൺഫിഡൻസ്. സോ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? സി പല പ്രശ്നങ്ങളായിട്ട് വരാം. ഒന്ന് ഈ പറഞ്ഞ പോലെ സാഗിങ് ആയിട്ട് വരാം. അപ്പോൾ പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ സൈസ് വലുതായിട്ട് ഡെലിവറി ലാക്ടേഷൻ നിർത്തി കഴിഞ്ഞിട്ടും ചിലപ്പോൾ ചുരുങ്ങാതെ നല്ല വലിയ സൈസായിട്ട്, അപ്പോൾ ഇൻഫാക്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ തൈസ് വരെയൊക്കെ എത്തുന്ന പോലത്തെ അത്രയും സൈസ് എൻലാർജ്മെൻ്റായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് ഡീഫ്ലേഷൻ, ചുരുങ്ങിപ്പോവുക, ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ട് ഒരു വളരെ സ്കിൻ വളരെ ലൂസായിട്ട് ചെറിയ ഒരു ബ്രസ്റ്റ് പോലെ ആകുന്ന ആൾക്കാരുണ്ട് ടു. ആൻഡ് തേർഡ് തിങ് ഈസ് സാഗിങ്, അതായത് സൈസ് കൂടുതലല്ല പക്ഷേ ഇടിഞ്ഞു പോകും ബ്രസ്റ്റ്, മോളിൽ നിന്നുള്ള ഫുൾനെസ് താന്ന് ഇവിടെ അടിയിൽ കുറച്ച് ബ്രസ്റ്റ് കൂടുതലുള്ള പോലത്തെ സാഗിങ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിന് മൂന്നിനും 3 ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഇപ്പോൾ എം ടി ബ്രസ്റ്റ്, വളരെ ചുരുങ്ങിയ ബ്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വലുതാക്കും. വലുതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് ഫാറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ്, സിലിക്കോൺ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെച്ചിട്ട് വലുതാക്കാൻ പറ്റും. സെക്കൻഡ്, ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോയ ബ്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യും. ഇറ്റ്സ് കോൾഡ് മാസ്റ്റോപെക്സി. ബ്രസ്റ്റിനെ കുറച്ചും കൂടി മുകളിലേക്ക് ആക്കുകയും ചെയ്യും, കുറച്ചും കൂടി പ്രൊജക്ഷൻ കൂട്ടുകയും ചെയ്യും. ഈ ബ്രസ്റ്റിലെ ടിഷ്യൂ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും, വേറെ പുറത്തുനിന്നൊന്നും ചെയ്യേണ്ട ആവശ്യം, ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. തേർഡ് തിങ് ഈസ് ഭയങ്കരമായിട്ട് സൈസ് കൂടുന്നത്, ഭയങ്കര ഹെവി ആയിരിക്കും. അവർക്ക് മെയിൻ ഇഷ്യൂസ് വരുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വരെ ബാധിക്കാൻ പറ്റും. കാരണം ആ വെയിറ്റ് കാരണം ഒന്ന് അവർക്ക് ഷോൾഡർ പെയിൻ വരാം, ബാക്ക് പെയിൻ വരാം, പിന്നെ ബ്രാ സ്ട്രാപ്പ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം സ്ട്രാപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് സ്കിൻ അവിടെ ഒരു പെർമനൻ്റ് ഒരു കുഴിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ കുറച്ച് ഹഞ്ച് വീഴുന്ന ആൾക്കാരുണ്ട്. വി സീ ദാറ്റ് ഇപ്പം ഈ ഏജ്ഡ് ആയിട്ടുള്ള മദേഴ്സൊക്കെ അവർക്ക് ഈ ഒരു എക്സ്പോഷർ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളിപ്പം ഇരുന്ന് സംസാരിക്കുന്ന പോലെ ആരെങ്കിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ നോ അവയർനെസ് ഉണ്ടല്ലോ. ഏജ്ഡ് ആയിട്ടുള്ള മദേഴ്സൊക്കെ വരുമ്പം വി സീ ദാറ്റ് ആ ഒരു സ്ട്രാപ്പ് കാരണം ഉണ്ടാവുന്ന എഫക്ട്സേ ക്രോണിക് പെയിൻ ആയിരിക്കും. മീൻസ് എല്ലാ ദിവസവും ഒരു 2-3 കിലോൻ്റെ എക്സ്ട്രാ വെയിറ്റ് വരുമ്പോൾ ഇറ്റ്സ് ഒരു ക്രോണിക് പെയിൻ ആയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നൊരു, പക്ഷേ മിക്ക ആൾക്കാർ വോക്കലല്ല, അവരതിനെപ്പറ്റി ആരോടും പറയാറ് പോലുമില്ല. അപ്പോൾ നമുക്ക് ആ കേസിന് വി ക്യാൻ ഡു എ ബ്രസ്റ്റ് റിഡക്ഷൻ പ്ലസ് ലിഫ്റ്റ് ടുഗെദർ. അപ്പോൾ സൈസും കുറയ്ക്കാൻ പറ്റും. ഇൻഫാക്ട് 2-3-5 കിലോസ് വരെയൊക്കെ നമ്മൾ ഒരാളുടെ ദേഹത്തു നിന്ന് എടുത്തിട്ടുണ്ട്. കാരണം അത്രയും വലിയ ബ്രസ്റ്റാണ്. അപ്പോൾ ഇമാജിൻ 5 കിലോസ്. നമുക്ക് എനിക്കൊക്കെ ആണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ 2 മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടാൽ തന്നെ ഷോൾഡർ പെയിൻ വരുന്നതാണ്. അപ്പോൾ ഒരു 5 കിലോ എവറി ഡേ, ഫ്രം മോർണിംഗ് ടു നൈറ്റ് ചുമന്നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദം. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, കാരണം ഓപ്പറേഷൻ്റെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ പോലും നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് ഭയങ്കര യു സീ ദാറ്റ് സ്മൈൽ ഓൺ ദ ഫേസ്. ഞാൻ പറക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് ആ വെയിറ്റ് മാറി ഭയങ്കര ഇറ്റ്സ് എ വെരി വൺ ഓഫ് ദ സർജറീസ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് വെരി ഹാപ്പി ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് ഓഫ്. ഇപ്പോൾ കുറച്ച് ഇൻഫെക്ഷൻ വന്നതൊക്കെ ആണെങ്കിൽ പോലും ദേ ആർ നോട്ട് കൺസേൺഡ്, ദേ ആർ ദ ഹാപ്പിനെസ് ദാറ്റ് യു സീ ഓൺ ദ ഫേസസ്. വേറെ വളരെ കുറച്ച് സർജറികൾ ഇത്ര ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് തരുന്നുള്ളൂ. ബാഗേജ് ഇസ് ഗോൺ. അപ്പോൾ ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് സൈസ് കൂടിയിട്ട് ബിനൈൻ ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്ന ഭയങ്കരമായിട്ട് സൈസും വെയിറ്റും കൂടി വരുന്ന പേഷ്യൻസ് വരാറുണ്ട്. അതിൽ പിള്ളേർ വരാറുണ്ട്. 17 വയസ്സൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 18-ാം വയസ്സ് ബർത്ത്ഡേ കഴിഞ്ഞ് അടുത്ത ദിവസം വന്നൊരു കുട്ടി വരെ നമുക്കുണ്ട്. അത്രയും വളരെ ബുദ്ധിമുട്ടിലുള്ള കുട്ടി. അച്ഛനും ചേട്ടനും കൂടിയാണ് കൊണ്ടുവന്നത് ആ കുട്ടീനെ. അപ്പോൾ അവരുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കണം. ആ കുട്ടിയുടെ നോർമൽ ലൈഫിനെ ബാധിക്കുന്ന പോലെ അത്രയും സൈസ് ഉണ്ട്. അപ്പോൾ കുറയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളത്, അതായത് ഭാവിയിൽ
അമ്മയാവുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ മെയിൻ ഡൗട്ട്സ്. അപ്പം അങ്ങനത്തെ എന്താണ് വാട്ട് ഈസ് ദ മെയിൻ ഇഷ്യൂ വിത്ത് ദിസ് പ്രൊസീജിയർ? ഓക്കെ. സോ യൂഷ്വലി എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ പിന്നെ പ്രഗ്നൻ്റ് ആയി ലാക്ടേറ്റിംഗ് സമയത്താണ് ഇവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഒരു റിഫ്ലെക്സ് ആണ് യൂഷ്വലി ഉണ്ടാവുന്നത് ഫീഡിങ് സമയത്ത്, ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത്. റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ റിഫ്ലെക്സ് എന്ന് പറയുമ്പം ആ കുട്ടിയുടെ ക്രൈ കേട്ടിട്ട് മദർ അവേക്കൻ ആവുന്നുണ്ട് ആൻഡ് ദെൻ ദ മിൽക്ക് ഓട്ടോമാറ്റിക്കലി കംസ്. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, എവിടെയെങ്കിലും കുട്ടി കരയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ദിയർ ഡ്രസ് ബിക്കംസ് വെറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് അതൊരു റിഫ്ലെക്സ് പോലെ ബ്രെയിനിൽ പോവും for the mother, and then the milk secretion is activated. That is what happens in layman's term. അപ്പം ദാറ്റ് റിഫ്ലെക്സ് കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട് ബിക്കോസ് ഗ്ലാൻസ് ഒക്കെ എഫക്റ്റഡ് ആവും വെൻ ദറ്റ് സർജറി ഈസ് ഡൺ. കുറച്ച് ഗ്ലാൻസ് ഒക്കെ എഫക്റ്റഡ് ആകുമ്പം ദ പ്രൊഡക്ഷൻ ഇസ് ലെസ് ആൻഡ് ഓൾസോ ആ റിഫ്ലെക്സിനെ എഫക്റ്റ് ചെയ്യുന്നത് ഇസ് ബിക്കോസ് ദറ്റ് ഏരിയോളൻ്റെ പാർട്ടിൽ നിന്നാണ് ആ കുട്ടി സക്ക് ചെയ്യുമ്പോൾ ഒക്കെ റിഫ്ലെക്സ് കൂടുതലായിട്ട് വരുന്നത്, അതായത് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നത്. സോ ദീസ് ആർ ദ ടു തിങ്സ് ദറ്റ് എഫക്ട്സ്. പക്ഷേ ദ തിങ് ഇസ് ദറ്റ് ചൈൽഡ് ഹസ് കം ടു യു അറ്റ് ദ ഏജ് ഓഫ് 80 or 20, might be early 20s. So she's been facing that problem for many years. You have to see the outweigh the benefit versus the risk. ഈ കുട്ടിക്ക് ഒരു എന്താ പറയുക, കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് മൈറ്റ് നോട്ട് ബി ഹർ കൺസേൺ അറ്റ് ഓൾ. 5 years ഓഫ് ഈ വെയിറ്റ് ബെയർ ചെയ്തൊരു കുട്ടിക്ക് ഷീ മൈറ്റ് തിങ്ക് ഫോർമുല ഫീഡ് ചെയ്തിട്ട് കുട്ടി എന്തായാലും വളർന്നാൽ മതി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ലൈഫ് ലോങ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ലല്ലോ. 2 years 3 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി എന്തായാലും ബാക്കി നോർമൽ ഫുഡൊക്കെ എടുക്കുന്നില്ലല്ലോ. സോ ഒരു 6 months ബോട്ടിൽ ഫീഡ് ഫോർമുല ഫീഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടി എന്തായാലും വളർന്നോളും. ബട്ട് ഹെർ വെയിറ്റ് ദാറ്റ് ഷീ ഈസ് ബീൻ ക്യാരിങ് ത്രൂ ഔട്ട്, അതായത് ടീനേജ് ടൈം മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലുള്ള ഇഷ്യൂസൊക്കെയാണ്. സോ ഫോർ ഹെർ ഈ സർജറി ചെയ്തിട്ട് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ ഫീഡിങ്ങിൽ കുട്ടിയാവുന്നത് ഇസ് നോട്ട് എ മേജർ കൺസേൺ. സോ ഈ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ഇപ്പം ചെറിയ പിള്ളേരാണെങ്കിലും പോസ്റ്റ്പാർട്ടം ആയിട്ടുള്ള സ്ത്രീകൾ, അതായത് പോസ്റ്റ്പാർട്ടം പീരീഡ് അല്ല ആഫ്റ്റർ 2 years ആണെങ്കിലും വരുമ്പം വാട്ട് ഈസ് എ പ്രൊസീജിയർ ദാറ്റ് ഇസ് ഡൺ? എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം? മെയിനായിട്ട് ഇത് വരുന്നത് ആ വെയിറ്റ് കാരണമാണ്. വൺ ഈസ് വെയിറ്റ് കാരണമുള്ള ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ. സെക്കൻഡ് ഈസ് ഈ വെയിറ്റ് കാരണം ബ്രാ സ്ട്രാപ്പിൻ്റെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ. തേർഡ് തിങ് ഈസ് ഈ ബ്രസ്റ്റ് ഇത്രയും വലുതാകുമ്പോൾ അതിൻ്റെ അണ്ടർ സർഫസിൽ ബ്രസ്റ്റും സ്കിന്നും തമ്മിൽ കുറേ കൂടി കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വേർപ്പ് കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ പിന്നെ ഒരു ബെൻഡിങ് പോസ്റ്ററെല്ലാം, ഇതൊക്കെയാണ് മെയിൻലി ഇവർ നമ്മുടെ അടുത്തേക്ക് വരുന്ന കാരണങ്ങൾ. അപ്പോൾ വാട്ട് വി ഡു ഈസ് ബ്രസ്റ്റ് റിഡക്ഷൻ. ഈ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ മാറിലെ ഗ്രന്ഥിയാണ്, ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് നമ്മൾ കൂടുതലും എടുത്തു കളയുന്നത്. കാരണം അതാണ് വെയിറ്റ് ഉള്ള സാധനം, ഫാറ്റ് അധികം വെയിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ സപ്പോസ് ലെറ്റ്സ് ഒരു 40% 60% 70% ഗ്രന്ഥി എടുത്ത് കളയും മെയിൻലി അടിഭാഗത്തു നിന്ന്. എന്നിട്ട് ആ എക്സ്ട്രാ സ്കിന്നും എടുത്ത് കളഞ്ഞിട്ട് ബ്രസ്റ്റിനെ കുറച്ചും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് സൈസും കുറയും, ലിഫ്റ്റും കിട്ടും. അപ്പോൾ ബ്രസ്റ്റ് നോക്കിയാൽ നോർമൽ ബ്രസ്റ്റ് പോലെ തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷേ സൈസ് നല്ലപോലെ കുറയും. അപ്പോൾ ഗ്രന്ഥി കുറയുന്നതുകൊണ്ട് തന്നെ ആ മിൽക്ക് പ്രൊഡക്ഷൻ കുറയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്, ഇപ്പോൾ മുകളിൽ ഭാഗം ഈ അപ്പർ പോൾ എന്ന് പറയും, ഈ ഭാഗം സാധാരണ ബ്രസ്റ്റ് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഇവിടെ എം ടി ആയിരിക്കും, ബ്രസ്റ്റ് മൊത്തം അടിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളൊരു ഓട്ടോ ഓഗ്മെൻറ്റേഷൻ എന്ന സാധനം കൂടി ചെയ്യും. അതായത് ഈ തൂങ്ങിക്കിടക്കുന്ന ബ്രസ്റ്റിൻ്റെ ടിഷ്യൂ എടുത്ത് കളയാണ്ട് അത് അടിയിൽ കൂടി, ബ്രസ്റ്റിൻ്റെ അടിയിൽ കൂടി ഇവിടെ എടുത്ത് വയ്ക്കും. അതിൻ്റെ പുറത്ത് ബ്രസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുമ്പോൾ മോളിൽ നിന്നേ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ആ അപ്പർ പോള് കുറച്ചും കൂടി ഫുള്ളാവും. അപ്പോൾ ഇവിടെ ഒരു എം ടി അപ്പർ പോൾ എന്ന് പറയും, എം ടി സുപ്പീരിയർ പോൾ. ഇവിടുത്തെ എംറ്റിനെസ് നമുക്ക് മാറിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ ചില കേസുകൾ വരുന്ന ചെറിയ പിള്ളേർക്കായിരിക്കും ഇങ്ങനെ ഒരു ബ്രസ്റ്റിൻ്റെ ഇഷ്യൂസ് വരുന്നത്. അപ്പം അവരുടെ പോസ്റ്റ് സർജറി ഹൗ ഇസ് ദിയർ റിക്കവറി ഇൻ കമ്പാരിസൺ കുറച്ചൊരു മെച്യൂർഡ് ആയിട്ടുള്ള ലേഡീസ് ഓർ ഡെലിവറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ ഇസ് ദർ എ ഡിഫറൻസ്? ദർ ഇസ് എ മേജർ ഡിഫറൻസ്. അതായത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ യൂഷ്വലി സ്കിൻ നല്ല എൻലാർജ്ഡായിട്ട് ഷ്രിങ്ക് ചെയ്ത് കുറച്ച് ലൂസായിരിക്കും, സ്ട്രെച്ച്ഡ് ആയിരിക്കാം, പലപ്പോഴും സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടാവും. എന്നാൽ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ സ്കിൻ കുറച്ചും കൂടി തിക്കാണ്. ആ യങ്ങർ സ്കിൻ ഇസ് മച്ച് മോർ ഡെർമിസ് തിക്നെസ് ഉണ്ടാവും. ഡെർമിസ് ആണ് ഇത് കുറച്ചും കൂടി സ്കിൻ കൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫാക്ടർ. അപ്പോൾ യങ്ങർ പീപ്പിളിൽ, കുട്ടികളിൽ നമ്മൾ ഈ സെയിം സർജറി ചെയ്യുമ്പോൾ ദ റിസൾട്ട് ഈസ് മച്ച് ബെറ്റർ ബിക്കോസ് ആ സ്കിൻ ഈസ് മച്ച് ഹെൽത്തിയർ ആൻഡ് യങ്ങർ. മറ്റേത് നല്ല ഷേപ്പ് കിട്ടും, പക്ഷേ ആ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉള്ളത് ദർ ഇസ് നോ അബ്സല്യൂട്ട് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ സ്ട്രെച്ച് മാർക്സ്. ആ സ്ട്രെച്ച് മാർക്സ് ഉള്ളത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കാലക്രമേണ അത് കുറച്ചിങ്ങനെ ഒന്ന് സെറ്റ് ആവും, കുറച്ചൊന്ന് ഇടിയാൻ ചാൻസ് ഉണ്ട്, ബട്ട് നോട്ട് ആസ് മച്ച് ആസ് ദ ബ്രസ്റ്റ്. ഇനീഷ്യലുള്ള ബ്രസ്റ്റിൻ്റെ അത്ര സൈസ് ഉണ്ടാവില്ല. അപ്പോൾ യങ്ങർ പീപ്പിൾ യൂഷ്വലി
യങ്ങർ സ്കിൻ ആയിരിക്കുമല്ലോ കുറച്ചും കൂടി റിക്കവർ ഫാസ്റ്റ് ആകുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് എ മേജർ ഫാക്ടർ. വൺ ഓഫ് ദ കോമൺ തിങ്സ് ആഫ്റ്റർ ഡെലിവറി ഈസ് ഈ കക്ഷത്തിൻ്റെ അവിടെ മാത്രമായിട്ടൊരു ബൾജ് പോലെ വരുന്ന ആൾക്കാരുണ്ട്. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ആ സമയത്ത് വന്നതാണ്, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് വന്നതാണ്, എന്നാൽ അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മെയിൻ ഡൗട്ട് ഇത് ഗ്രന്ഥിയാണോ അതോ ഫാറ്റാണോ എന്നുള്ളത് വൺ തിങ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഇത് എടുത്ത് കളയണോ അതൊരു പ്രശ്നമുള്ള സാധനമാണെന്നുള്ളത്. കാരണം അവർക്ക് മെയിനായിട്ടുള്ളത് ഈ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇത് പുറത്തേക്ക് കാണുന്നുള്ളത് വൺ തിങ്. ആൻഡ് സെക്കൻഡ് ഈസ് ഹൈജീൻ ഇഷ്യൂസ്. ഇവിടെ ഒരു എക്സ്ട്രാ ഫോൾഡ് ഓഫ് സ്കിൻ വന്ന കാരണം അവിടെ വേർപ്പ് കെട്ടി കിടക്കുന്ന അങ്ങനത്തെ ഇഷ്യൂസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടെ വെൻ ദേ കം ടു യു വാട്ട് ഈസ് ഗൈനക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റും? ഓക്കെ, അതിന് പറയുന്ന ഈ ആക്സിലറി ബ്രസ്റ്റ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഈ ഫീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു എന്താ പറയുക ഡെപ്പോസിറ്റ് പോലെയായിട്ട് കാണുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ഇൻ സൈസ്. കുറച്ചൊരു ഡിഫറൻസ് തോന്നും, പക്ഷേ ആഫ്റ്റർ എ സ്റ്റേജ് ഇറ്റ് വിൽ ബി ഒരു സ്റ്റേബിളായിട്ട് ആ ഒരു സൈസിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. നമ്മൾ കാണുമ്പം ആ ഫീഡിങ്ങിൻ്റെ സമയത്ത് ആണ് ചിലവർ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്, നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പം, അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ചില പേഷ്യൻസ് ബ്രസ്റ്റ് എൻഗോജ്മെൻ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് വി നോട്ടീസ് ദാറ്റ്. ചില പേഷ്യൻസ് ദേ ഡോണ്ട് നോട്ടീസ് ഇറ്റ്, പക്ഷേ മോസ്റ്റ് ഓഫ് ദം ഡ്രസ്സസ് ഒക്കെ അറ്റയർ ഇടുന്നതിനനുസരിച്ചിട്ട് അവർ നോട്ടീസ് ചെയ്യും. ലൈക്ക് സെഡ് ഇപ്പോൾ സ്ലീവ്ലെസ് ഇടുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ ദിൽ നോട്ടീസ് ദാറ്റ് മോർ ക്ലിയർലി. അല്ലാണ്ട് ഫുൾ സ്ലീവ് ഇടുന്ന ഒരാളാകുമ്പോൾ ദിൽ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ഒരു ഫാറ്റ് ആയതുകൊണ്ട് കവർ ചെയ്തിടാം എന്നുള്ളത്. സോ വി ഡോണ്ട് അഡ്വൈസ് ദം എനിത്തിങ്, ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ടൈം ഇറ്റ് മൈറ്റ് കുറച്ച് ഫാറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ ദറ്റ് ആ ബൾജ് ഇറ്റ് വിൽ സ്റ്റിൽ ബി ദെയർ. So what we generally say is ഒരു 2 years കഴിഞ്ഞിട്ട് if you don't see a difference for that, you can see the plastic surgeon and നോക്കിയിട്ട് they'll correct it എന്നുള്ള രീതിയിൽ. തുടക്കം തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ഫോർ ഇറ്റ്. മിക്ക കേസിലും അത് തന്നെ ചുരുങ്ങാം. ചുരുങ്ങും. ബ്രസ്റ്റ് ചുരുങ്ങിയതിനോടത്തിൽ ഇതും ചുരുക്കാം, ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി കഴിയുമ്പോൾ. പക്ഷേ ചിലതിൽ അവിടെ സെറ്റായിട്ട് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പെർസിസ്റ്റൻ്റ് ആയിട്ട് മാറാണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്കത് Yes, yes. റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബിഗ് ബേബി ആയിരുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഇരട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ വയറ് കുറച്ചും കൂടി സൈസ് ഉണ്ടാവും. വയറ് നോക്കിയിട്ട് ഇരട്ട കുട്ടിയാണെന്നൊക്കെ പറയുന്ന പോലത്തെ പറയുന്നത്. അപ്പോൾ ആ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ വയറ് ഇടിയാറുണ്ട്, മസിലിൻ്റെ കുറച്ച് വീക്ക്നെസ് വന്ന് മസിൽ ഡൈവേരിക്കേഷൻ വരാറുണ്ട്. ഈ സൈഡിലത്തെ സ്കിന്നും ചിലപ്പോൾ ലൂസ് ആവാറുണ്ട്. കാരണം ഇങ്ങനെ വികസിക്കുമ്പോൾ സൈഡിൽ നിന്നും കുറച്ച് സ്കിൻ അങ്ങനെ വികസിക്കുന്നു, പക്ഷേ അത് കുട്ടി ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം സാഗ് ചെയ്യുമ്പോൾ സൈഡിലും സാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ടമ്മിട്ടൊക്കെ വഴി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് പലരും വരാറുണ്ട്. അപ്പോൾ ഫോർ യു ആദ്യം വരുന്നത് കീർത്തിനടുത്തായിരിക്കും. അപ്പോൾ വാട്ട് ഡു യു സേ ഫോർ ദാറ്റ്? സോ ഈ ടമ്മി ടക്ക് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ വി വോണ്ട് ഗെറ്റ് എ പ്രോപ്പർ കോൺടൂർ, അബ്ഡോമിനൽ കോൺടൂർ. ഇറ്റ് വിൽ ബി അത് മാത്രം ചെയ്താൽ ഒരു ഡ്രം പോലെയായിട്ട് നിൽക്കും, വയറ് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ നിൽക്കും. പക്ഷേ വാട്ട് വി വോണ്ട് ഇസ് ആ ലാറ്ററൽ ഫാറ്റും കൂടെ പോകണം, അല്ലെങ്കിൽ ഡോഗ് ഇയർ പോലെയൊക്കെ ആയിട്ട് ഇരിക്കും. സോ അതിനാണ് ഈ ലൈപ്പോസക്ഷൻ ചെയ്യുന്നത്, വിച്ച് ഇസ് മോർ ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ പാർട്ടാണ്. സോ വെൻ വി സേ അവർ വന്ന് ചോദിക്കുമ്പോൾ ദേ മൈറ്റ് ആസ്ക് വയറും കുറയുമ്പം സൈഡിലുള്ളതും കുറയുമെന്ന്, ബിക്കോസ് ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ വേസ്റ്റ് സൈസ്. ഡ്രസ്സ് ഇടുന്നതിനനുസരിച്ചിട്ടുള്ള കംഫർട്ടും കൂടിയാണ് നോക്കുന്നത്. അപ്പം വി സേ അതിൻ്റെ കൂടെ ലൈപ്പോസക്ഷൻ ആയിട്ടാണ് ചെയ്യുക. ഇറ്റ്സ് എ കമ്പൈൻഡ് പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് അവർ അഡ്വൈസ്. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ. നമുക്ക് ഏറ്റവും ഡിസൈറബിൾ ആന്ത്രോപ്പോമെട്രിക് മെഷർമെൻറ്റ്സ് ഹ്യൂമൻ ബോഡിയിൽ മെഷർമെൻറ്റ്സ് ഫീമെയിൽസിൽ നോക്കുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. അതായത് ചെറിയൊരു വേസ്റ്റും കുറച്ച് സൈസ് കൂടിയ ഹിപ്പുമാണ് എവല്യൂഷണറി ഒരു ഡിസൈറബിൾ ട്രേറ്റ് ആയിട്ട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ വാട്ട് യൂഷ്വലി ഹാപ്പൻസ് ആഫ്റ്റർ പ്രഗ്നൻസി, ഈ ഒരു വേസ്റ്റ് ലൈൻ കുറച്ചും കൂടി അതിൻ്റെ കോണ്ടൂർ ചിലപ്പോൾ കുറച്ചേക്കാം, ഹിപ്പ് അതുപോലെ തന്നെ നിൽക്കുക. അപ്പോൾ വാട്ട് വി ഡു ഇസ് അത് തിരിച്ചാക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി വേസ്റ്റ് ടൈറ്റൻ ചെയ്യുന്നതാണ്. അതിന് 2 മാർഗ്ഗങ്ങളാണ് ഉള്ളത്. വൺ ഇസ് ലൈപ്പോസക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഫാറ്റ്, 2 സൈഡിലെയും ഫാറ്റ് സെലക്റ്റീവ്ലി നമ്മൾ ഈ കീ ഹോളിൽ കൂടി എടുത്തു കളഞ്ഞാൽ ഇവിടെ വേസ്റ്റ് കുറച്ചും കൂടി ഷേപ്പ് കിട്ടും. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് മസിൽ റിപ്പയർ. നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് ചിലപ്പോൾ കാണുന്ന ഒരു സാധനമാണ് ഈ റെക്ടസ് മസിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ 6 പാക്കൊക്കെ ഉള്ള മസിൽ ചിലപ്പോൾ ഒന്ന് തമ്മിലുള്ളത് ആ ഗ്യാപ്പ് വന്നിട്ട് കണക്ഷൻ വിട്ട് പോയിട്ട് ഒരു ഗ്യാപ്പ് വരാം. അപ്പോൾ കുറച്ച് ഈ അബ്ഡോമിൻ്റെ ആ മസിൽ സ്ട്രെങ്ത്തും കുറച്ച് ലൂസായേക്കാം. അപ്പോൾ വയറ് ചിലപ്പോൾ ഇങ്ങനെ ചാടിയിരിക്കാം. നല്ല കോർ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മസിൽ കുറച്ച് ടൈറ്റ് ആകുമ്പോൾ ദേ ക്യാൻ ആക്ച്വലി ബലം പിടിച്ചാൽ അകത്തേക്ക് പോകും. പക്ഷെ നോർമലി ഇരിക്കുമ്പോൾ ആ സെപ്പറേഷൻ ഉള്ള കാരണം ചെറിയൊരു ബൾജ് പോലെ. അപ്പോൾ ചിലപ്പോൾ കാണാം നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇവർ കിടന്നെഴുന്നേൽക്കുമ്പോൾ ഒരു മല പോലെ ഒരു ബൾജിങ്ങനെ അതിൻ്റെ നടുക്ക് വരും. ദാറ്റ് ഇസ് ബിക്കോസ് ആ മസിൽ കുറച്ചിങ്ങനെ അകന്ന് നടക്കുന്നുണ്ടാണ്. അപ്പോൾ വാട്ട് വി ഡു ഇൻ ടമ്മി ടക്ക് ഈസ് 3 things. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ കീ ഹോളിൽ കൂടി ലൈപ്പോസക്ഷൻ, ഈ 2 ഭാഗത്തെയും ഫാറ്റ് എടുത്ത് കളയും, ഓവറോൾ മൊത്തത്തിൽ ഫാറ്റും എടുത്ത് കളയും. സെക്കൻഡ് തിങ് ഈസ് ഈ ലൂസ് സ്കിൻ, ഇടിഞ്ഞു പോയ സ്കിൻ
അത് എക്സ്ട്രാ ഉള്ള സ്കിൻ കട്ട് ചെയ്യും. ചിലപ്പോൾ 20-30 സെൻറ്റിമീറ്റർ വരെയൊക്കെ സ്കിൻ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ടമ്മി കിട്ടും. തേർഡ് തിങ് ഇസ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ മസിൽ റിപ്പയർ. നമ്മൾ സ്കിൻ്റെ അടിയിൽ കൂടി പോയിട്ട് ഈ മസിൽ ഇവിടുത്തെ നമ്മുടെ നെഞ്ചിൻകൂട് തൊട്ട് പെൽവിസ് വരെയുള്ള ഫുൾ ലെങ്ത്തിൽ ആ മസിൽ റിപ്പയർ ചെയ്യുന്നു. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ഭംഗിക്ക് വേണ്ടിയല്ല, ആ ഫംഗ്ഷന് വേണ്ടിയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിലിൻ്റെ സ്ട്രെങ്ത്, ആ ടോൺ കുറച്ചും കൂടി ബെറ്റർ ആവുകയും ചെയ്യും. ആൻഡ് ഭാവിയിലും അവരുടെ 30-40 ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള ഹെർണിയ വരാനുള്ള ചാൻസ് എല്ലാം ഇപ്പോഴേ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. ഷീസ് ആൻ ആക്ട്രസ്. അപ്പോൾ കുറച്ച് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുണ്ട്, 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സ്കിൻ ഇടിഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വയറ് ഇടിഞ്ഞിട്ടുണ്ട്. വാട്ട് ഷീ വാണ്ട്സ് ഇസ്, മോഡലിംഗ് കരിയറിലൊക്കെ കുറച്ച് ലോ വേസ്റ്റ് ഒക്കെ ഇടേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങളുള്ള കാരണം ഷീ വാണ്ട്സ് ടു ഗോ ഫോർ എ ടമ്മി ടെക്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഷീ വാണ്ട്സ് അനദർ ബേബി ഓൾസോ. പക്ഷേ ആ ബേബി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വാട്ട് ഷീ ഈസ് ആസ്കിങ് ഈസ്, എനിക്കിപ്പോൾ ടമ്മി ടെക് ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ അടുത്ത കുട്ടി ഉണ്ടാകാൻ പറ്റുമോ, അത് പാടില്ല എന്നുണ്ടോ, അങ്ങനെയാണ് അവർ ഡൗട്ട്സ്. അപ്പോൾ വാട്ട് ഡു യു സേ ഫോർ ദാറ്റ്? ഓക്കെ, ഇപ്പം ഇഫ് ഷീ വോണ്ട്സ് ടു ഗെറ്റ് ഇറ്റ് ഡൺ, വി വുഡൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യില്ല ടു ഗോ ഫോർ ദറ്റ് പ്രൊസീജിയർ. അതായത് ടമ്മി ടക്കിന് വി വുഡൻ സജസ്റ്റ്, ബിക്കോസ് ഷീ ഈസ് എനിവേ പ്ലാനിങ് ഫോർ എ സെക്കൻഡ് പ്രഗ്നൻസി ആൻഡ് ഓൾ ദീസ് ചേഞ്ചസ് വിൽ കം ബാക്ക് അഗെയിൻ. ആൻഡ് അതുകൊണ്ട് വി ജനറലി വുഡൻ. ബട്ട് ദ തിങ് ഇസ്, career is also important. So if she is planning for that, we need to address the rest. അതായത് she is going under an anesthesia and going under the knife. All these procedures ചെയ്തിട്ടുണ്ടെങ്കിലും these all she might have to repeat again if she wants it. And still ആ കരിയർ തന്നെ pursue ചെയ്യാനാണെങ്കിൽ then these kind of issues can happen again. So that's what you would suggest. What would you suggest if she comes to you? Same thing. അപ്പോൾ it depends on her career and her life. അപ്പോൾ we are not somebody to, അപ്പോൾ വാട്ട് ഐ ടെൽ ഇസ് ദിസ്, നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റും, ചെയ്താലും യു ക്യാൻ ബിക്കം പ്രഗ്നൻറ്റ് അഗെയിൻ. ദർ ഇസ് നോ കോൺട്രാ ഇൻഡിക്കേഷൻ. നമ്മൾ ടൊമാറ്റോ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയാൽ ഇതെല്ലാം പൊട്ടിത്തെറിച്ചു അങ്ങനെയൊന്നുമില്ല. ഷീ ക്യാൻ ബിക്കം പ്രഗ്നൻറ്റ്. പക്ഷേ ഈ കഷ്ടപ്പെട്ട് ചെയ്ത, ഈ റിസ്ക് എടുത്ത് ചെയ്ത ഈ സാധനങ്ങളെല്ലാം അഗെയിൻ ഇറ്റ്സ് ഗോയിങ് ടു ഗോ വേസ്റ്റ്. കാരണം അടുത്ത കുട്ടി ഉണ്ടാവും, പിന്നെയും സ്കിൻ കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്യും. സ്കിന്ന് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഓർഗൻ ആയതുകൊണ്ട് പിന്നെയും സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ യു വിൽ ഹാവ് ടു ഗോ ഫോർ ദിസ് അഗെയിൻ. പക്ഷേ ഇൻ ദിസ് കേസ് her career depends on it. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ഇഫ് ഷീ ഈസ് ഓക്കെ വിത്ത് ഒന്നും കൂടി ഈ കംപ്ലീറ്റ് എല്ലാം അണ്ടർ ദ നൈഫ്, അണ്ടർ ദ അനസ്തീഷ്യ എല്ലാം പോകാൻ റെഡി ആണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ഫോർ ഹർ. സോ വി ടെൽ ദം, നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ഇപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസി ആകുന്നതിന് കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റും, അത് ഓക്കെ ആണോ, ഓക്കെ ആണെങ്കിൽ വി ക്യാൻ ഗോ ഹെഡ് വിത്ത് ദ പ്രൊസീജിയർ. ചിലവരുടെ ഡൗട്ട്സ് ഇതുമായിരിക്കും, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു നോർമൽ ഡെലിവറി, ബിക്കോസ് ഫസ്റ്റ് വാസ് നോർമൽ ഡെലിവറി ആവുന്നതിന് കുഴപ്പമുണ്ടോ വിത്ത് ദിസ് സ്കാർ? നോട്ട് an issue. കാരണം സ്കാർ വരുന്നത് സിസേറിയൻ പോലെ തന്നെ സ്കാറാണ്. അപ്പോൾ അത് ആ സ്കാർ ഈവൻ ആക്ച്വലി ഒരു സിസേറിയൻ പ്രഗ്നൻസി, അതായത് വി സേ വജനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ, വി ബാക്ക് എന്ന് പറയും. അപ്പം ആ ഒരു റിസ്ക്കും കൂടി ഇല്ല ഇഫ് യു ഡു ആൻ അബ്ഡോമിനോപ്ലാസ്റ്റി, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ സ്കിന്നിന്റെ ഭാഗത്താണ്. ടമ്മി ടെക്കിൽ നമ്മൾ വയറിന്റെ അകത്തേക്ക് പോകുന്നില്ല. പ്രഷർ യൂട്രസിലാണ് ഉണ്ടാവുന്നത് ഡ്യൂറിങ് ഡെലിവറി, നോട്ട് ഔട്ട്സൈഡ്. ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. അടുത്ത പ്രാവശ്യം ടമ്മി ടെക്ക് ചെയ്തുകൊണ്ടിട്ട് വജനൽ ഡെലിവറി അല്ലാണ്ട്, നോർമൽ ഡെലിവറി അല്ലാണ്ട് സിസേറിയനിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് ടമ്മി ടെക്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം സിസേറിയൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോർമൽ ഡെലിവറി പോസിബിൾ ആണ്. ഈവൻ ഇഫ് സിസേറിന് പോണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ സ്കാറിന്റെ മുകളിൽ തന്നെ ആയിരിക്കും വീൽ പുട്ട് ദ ഇൻസെഷൻ ആൻഡ് സോ വോണ്ട് മേക്ക് എ ഡിഫറൻസ്. ഏതെങ്കിലും കേസസ് ഉണ്ടായിട്ടുണ്ടോ, അതായത് വൺ ബ്രസ്റ്റ് സാഗിങ് ആണ് ആഫ്റ്റർ ബ്രസ്റ്റ് ഫീഡിങ്, മറ്റേ ബ്രസ്റ്റ് കുഴപ്പമില്ല നോർമൽ സൈസ് ആയിട്ടായിരിക്കുന്നത്? അസിമെട്രിക് ബ്രസ്റ്റ് വരാറുണ്ട്, നോട്ട് വെരി കോമൺ. പക്ഷേ വി ഹാഡ് വൺ പേഷ്യൻറ്റ്, ഷി വാസ് വർക്കിംഗ് ഇൻ എയർ ഹോസ്റ്റസ് ട്രെയിനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഷീസ് എ ട്രെയിനർ. അപ്പോൾ വൺ ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് സൈസ് കൂടി, അതർ ബ്രസ്റ്റ് ഇസ് നോർമൽ സൈസാണ്. അപ്പോൾ ഹർ മേജർ കൺസേൺ ഈസ് ആൾക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം വൺ സൈസ് മാത്രമായിട്ട് കൂടുന്നതാണ്. ബട്ട് ഷീസ് സ്റ്റിൽ ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. അപ്പോൾ വൺ ഇഷ്യൂ വിത്ത് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്, മിൽക്ക് ഉണ്ടാകുന്ന ഒരു ബ്രസ്റ്റിൽ നമ്മൾ കുറച്ച് ഗ്രന്ഥി എടുത്ത് കളയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ പ്രശ്നം വെച്ചാൽ മിൽക്ക് ഫിസ്റ്റുല എന്ന് പറയും. അതായത് നമ്മുടെ മുറിവിൽ കൂടെ ഈ ഉണ്ടാകുന്ന മിൽക്ക് അവിടെ കൂടി ഇങ്ങനെ ഇറ്റിറ്റ് വീഴാം. അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് ട്രാക്ട് പോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നിടത്തോളം കാലം മിൽക്ക് ഫിസ്റ്റുലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ, ഇതൊക്കെ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് മാത്രമാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ടാബ്ലറ്റ് ഉണ്ട്, ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ വേണ്ടി ഒരു ടാബ്ലറ്റ് ഉണ്ട്, ക്യാപ്റ്റഗോൾ യൂസ് ചെയ്യാം. അപ്പോൾ അത് കൊടുത്തു. ഐ തിങ്ക് ഐ സെൻഡ് ദ ഗൈനക്കോളജിസ്റ്റ് അറ്റ് ദ ടൈം. അപ്പോൾ ഓൾറെഡി ബ്രസ്റ്റിൻ്റെ സെക്രീഷൻ
വിത്തിൻ എ ഫ്യൂ വീക്സ് തന്നെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 0 മിൽക്ക് പ്രൊഡക്ഷൻ പോലെ ആയി. എന്നിട്ട് വി ഓപ്പറേറ്റഡ്. എന്നിട്ട് മുറിവെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് വി സ്റ്റോപ്ഡ് ഇറ്റ് ഓൾസോ. അപ്പോൾ ഒരു ഫിസ്റ്റിലോ ഒരു ഇൻഫെക്ഷൻ ഒന്നും വന്നില്ല. ആൻഡ് വി വർ ഏബിൾ ടു ഗെറ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു ഈക്വൽ സൈസ് 2 സൈഡിലും കിട്ടാൻ പറ്റി. പക്ഷേ ദീസ് ആർ ഓൾ വെരി സ്പെസിഫിക് സിനാരിയോസ്. But ഇതൊക്കെ otherwise, during breastfeeding, don't recommend ഒരു വി ഡോണ്ട് റെക്കമെൻഡ്. ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് റെക്കമെൻഡ് ചെയ്തുള്ള പ്രശ്നം ഇതാണ്. മിൽക്ക് ഫിസ്റ്റില വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ യു ക്യാൻ ഇമാജിൻ സെക്രീഷൻ മിൽക്ക് പോലെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. എസ്പെഷ്യലി ദീസ് ആർ ഫോർ ഇപ്പം കരിയർ സ്ട്രേറ്റ് ഇപ്പം ആഫ്റ്റർ ഡെലിവറി ഒരു 3 months 6 monthsനുള്ളിൽ തന്നെ ബാക്ക് ടു വർക്കിന് പോകുന്ന ആൾക്കാരിൽ ബ്രസ്റ്റ് എന്താ പറയുക ലാർജർ ഇൻ സൈസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലാണ് ദേ ആർ മോർ കൺസേൺ. ജസ്റ്റ് അറ്റ് ഹോം അത്രയും ഒരു കൺസേൺ ചിലപ്പം ദേ വോണ്ട് ഷോ മൈ ബി ഒരു വെയിറ്റ് ലോസ് 2 years കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവും എന്നുള്ളൊരു ദേ മൈറ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. കുറച്ച് കഴിഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇതൊക്കെ വെൻ ഇറ്റ് അഫക്ട്സ് യുവർ കരിയർ വെൻ ദേ കം ടു us നമുക്കും അത് 2 വർഷം വെയിറ്റ് ചെയ്യുമെന്ന് പറയാൻ എത്തിക്കലി പറ്റില്ല. വി നീഡ് ടു ഹെൽപ്പ് ദം. പോസ്റ്റ് ഡെലിവറി പേഷ്യൻസ് ഒരു സ്ട്രെച്ച് മാർക്സ് ഒക്കെയാണ് ഒരു കൺസേൺ. അവർ ഡ്യൂറിങ് പ്രഗ്നൻസി ആണെങ്കിലും കുറേ ഓയിലൊക്കെ ഇട്ട് നോക്കി, മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കി, പ്രിവെൻഷൻ ട്രൈ ചെയ്തു, ആൻഡ് സ്റ്റിൽ ദ സ്ട്രെച്ച് മാർക്സ് ആർ ദെയർ. അപ്പം അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ലൈൻ ഉണ്ടോ ഫ്രം യുവർ സൈഡ്? സ്ട്രെച്ച് മാർക്സ് ആർ വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകുന്നതെന്ന് അറിയാമല്ലോ. ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്ന ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് മാക്സിമം ഇങ്ങനെ വലിഞ്ഞാലും അത് കഴിഞ്ഞാൽ തിരിച്ചത് സ്റ്റിക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ മാക്സിമം എത്തിക്കഴിഞ്ഞ് കുറച്ചും കൂടി സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ബ്രേക്ക് ചെയ്യുന്നതാണ് ഈ സ്ട്രെച്ച് മാർക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വൺ വേ ഇൻ വിച്ച് വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ഈസ് ടമ്മിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ സ്കിൻ എടുത്ത് കളയല്ലോ. അപ്പോൾ മെയിനായിട്ട് സ്ട്രെച്ച് മാർക്സ് വരുന്നത് പുക്കിളിൻ്റെ അടിയിലാണ്. ആ പുക്കിളിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് തുടങ്ങാം, അടിഭാഗത്താണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ടമ്മിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ എടുത്തു കളയുന്ന സ്കിൻ മെയിൻലി അടിഭാഗത്തു നിന്ന് എടുക്കുന്നത്. അപ്പോൾ ആ സ്ട്രെച്ച് മാർക്സ് ഉള്ള കുറേ സ്കിൻ നമുക്ക് ഈ ടമ്മിട്ടക്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മുകളിൽ ഈ പുക്കിളിന് മുകളിലുള്ള സ്ട്രെച്ച് മാർക്സ് ആണെങ്കിലും ടമ്മിട്ടക്ക് ചെയ്യുമ്പോൾ അത് കഴിയുമ്പോൾ ആ സ്ട്രെച്ച് മാർക്സ് അടിയിലേക്ക് എത്തും. അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്ക് ഒരു സാരി കൊടുക്കുകയാണെങ്കിൽ എക്സ്പോസ്ഡ് ആയ അത്രയും വയറിൻ്റെ, ഈവൻ ഇഫ് കുറച്ച് ലോ വേസ്റ്റ് ജീൻസ് ഇട്ടാൽ പോലും അത്രയും കാണുന്ന വയറിൻ്റെ അത്രയും ഭാഗത്ത് സ്ട്രെച്ച് മാർക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ സ്ട്രെച്ച് മാർക്സ് നമ്മൾ ശരിയാക്കിയെന്നില്ല, പക്ഷേ കുറച്ചും കൂടി അടിയിലേക്ക് മാറ്റുമ്പോൾ മോൾ ഭാഗം കുറച്ചും കൂടി സ്ട്രെച്ച് മാർക്സ്. ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇടുമ്പം ക്രോപ്പ് ടോപ്സ് ഇടുന്ന അത് മെയിൻ കുറച്ച് ഹൈ വേസ്റ്റ് ജീൻസും ക്രോപ്പ് ടോപ്പ് ഇടുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത്രയും ഭാഗമാണ് ക്ലിയർ ആയിട്ട് വേണ്ട. ഇപ്പോൾ അങ്ങനത്തെ ചോദിച്ചു വരാറുണ്ട്, എനിക്ക് ഭയങ്കര ലോ വേസ്റ്റ് ഒന്നും വേണ്ട, ഇത്രയും ഭാഗം മാത്രം ഒന്ന് സ്ട്രെച്ച് മാർക്ക് ഇല്ലാണ്ട് വരാം. അപ്പോൾ അതിനെ പറ്റിയ സംഭവമാണ് ഈ ടമ്മിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ മോളത്തെ സ്കിൻ അടി വരെ എത്തുമ്പോൾ അത്രയും കുറച്ച് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ല. അപ്പോൾ ദേ ക്യാൻ വെയർ ക്രോപ്പ് ടോപ്സ്. ആൻഡ് യു ക്രിയേറ്റ് എ ന്യൂ അംബലിക്കസ് അല്ലേ ഈ ടമ്മി ടക്കിൻ്റെ സമയത്ത്? അപ്പോൾ നമ്മൾ ഈ ഫുൾ അടിയിലേക്ക് സ്കിൻ കൊണ്ടുപോകുമ്പോൾ ഈ പൊക്കിൾ അടി കൊണ്ടുപോയാൽ പ്രശ്നം എന്ന് വെച്ചാൽ പൊക്കിൾ വളരെ അടിയിലിരുന്നാൽ വെരി അൺനാച്ചുറലാണ്. അപ്പോൾ പൊക്കിൾ എവിടെയുണ്ടോ അവിടെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് അതിന് ചുറ്റും ഒരു കട്ട് ചെയ്തിട്ട് അത് അവിടെ നിന്ന് വയ്ക്കും. ബാക്കിയുള്ള സ്കിന്നിന് അതിൻ്റെ മുകളിൽ കൂടിയാണ് വലിച്ചടയ്ക്കുന്നത്. പൊക്കിൾ എവിടെയുണ്ടോ അവിടെ ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവയ്ക്കാനാണ്. അപ്പോൾ 2 സ്കാർസ് ഉണ്ടാവും ടമ്മിട്ടക്കിൽ. ഒന്ന് അടിയിൽ സ്റ്റിച്ച് മാർക്ക് ചെയ്യുന്നതാവും, അത് പാൻറ്റി ലൈൻ്റെ അകത്തായിരിക്കും. രണ്ടാമത് ഈ പൊക്കിളിൻ്റെ അകത്തൊരു സ്കാർ മാർക്കിൽ കൂടി ഉണ്ടാവും. അതിതാണ് കാരണം പൊക്കിൾ അടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പൊക്കിൾ അവിടെ തന്നെ വേണം. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചിലർ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു അവരുടെ പോസ്റ്റ്മോർട്ടം ബ്ലൂസിലേക്ക് പോവുക, കുറച്ച് ഡിപ്രസ്ഡ് ആവുക, അങ്ങനെ കാണാറുണ്ട്. ഇറ്റ്സ് നോട്ട് വെരി അൺകോമൺ ആക്ച്വലി. അപ്പോൾ അവർ ദേ മൈറ്റ് അട്രിബ്യൂട്ട് ഇറ്റ് ഇത് കാരണമായിരിക്കാം, ബോഡി ചേഞ്ച് കാരണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി ഒന്ന് കുറച്ച് ബോഡി ശരിയാക്കി കൊടുക്കൂ, അപ്പോൾ ഡിപ്രഷൻ മാറിക്കോളും എന്ന് വിചാരിച്ച് കൊണ്ടുവരുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവരുമ്പോൾ വാട്ട് ഡു യു അഡ്വൈസ് ടു ദം? ദിസ് ഡിപ്രഷൻ ഇസ് എ വെരി എന്താ പറയുക ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ക്യാൻ ആക്ച്വലി ഗിവ് എ മെഡിസിൻ, എസ്പെഷ്യലി പോസ്റ്റ്മോർട്ടമാണ് ഞാൻ സംസാരിക്കുന്നത്. വി കനോട്ട് ഗിവ് എ മെഡിസിൻ ആൻഡ് സഡൻലി ഇറ്റ്സ് ഗോൺ, അങ്ങനെയല്ല. ബിക്കോസ് ഫോർ ദെം ഇറ്റ് മൈറ്റ് ബി ദ സ്ട്രെസ് ലെവൽ ആൻഡ് ദി അതേഴ്സ് മൈറ്റ് സീ ഇറ്റ് ആസ് എ ഡിപ്രഷൻ. കാരണം ദെയർ മെയിൻ തിങ് വിൽ ബി ലൈക്ക് ആ കുട്ടീനെ നോക്കണം, ദേ ആർ ന്യൂ ടു ദിസ് ഹോൾ തിങ്. They have to take care of the baby, they have to take care of their career, they have to take care of the household. So many things. Already female brain circuit എന്ന് പറയുന്നത് തന്നെ ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആണ് ബിക്കോസ് ഓഫ് ദ മൾട്ടിപ്പിൾ ഹോർമോൺസ്. എസ്പെഷ്യലി ആ ഹോർമോൺസിൻ്റെ ഒരു സർജ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം they might be all ഒരു എന്താ പറയുക in a state where they cannot take a proper decision. So when they are in such a state, it's better not to take such decisions.
സോ വൺസ് ദേ ആർ ഓക്കെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ലൈക്ക് സേ ഇറ്റ് മൈ ടേക്സ് 2 years or something to actually എന്താ പറയുക അഡ്ജസ്റ്റ് ടു ദ എന്താ പറയുക വിത്ത് ദ ബേബി ആൻഡ് എവറിത്തിങ് വിത്ത് ദ കരിയർ ആൻഡ് എവറിത്തിങ്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഗോയിങ് അണ്ടർ ദ നൈഫ് ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സർജറി ഇസ് നോട്ട് എൻ ഓപ്ഷൻ. ഫസ്റ്റ് പ്രൈമറിയോ സെക്കൻഡറിയോ ഭയങ്കര അടിയിൽ ലിസ്റ്റിൽ ഭയങ്കര അടിയിലേ വരുന്നുള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആവശ്യം We വരുന്നുള്ളൂ. make sure that they are actually wanted for a particular, ഇപ്പം ലൈക്ക് സെറ്റ് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീമെയിൽസ് ദേ ഹാവ് എ പെർട്ടിക്കുലർ റീസൺ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരികയാണെങ്കിൽ വി കൗൺസിൽ ദ പേഷ്യൻറ്റ് ടു ദ മാക്സിമം, ടെൽ ദം ദറ്റ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ആൻഡ് സ്റ്റിൽ ദേ വാണ്ട് ഇറ്റ്, ദെൻ വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് പ്രൈമറി ഓപ്ഷൻസ് ഓൾവേസ് അവർക്ക് വേണ്ടത് മെയിൻലി സപ്പോർട്ടാണ് സപ്പോർട്ട് ആൻഡ് റീഅഷുറൻസ് ദാറ്റ് ദിസ് ഇസ് യെസ് normal and many people go through this and there's a high chance it might resolve on its own. യെസ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ കോമൺ ക്വസ്റ്റ്യൻസും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും മെയിൻലി മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞ ഒരു ഡൈവേഴ്സ് റേഞ്ച് ഓഫ് പ്രൊസീജിയേഴ്സിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ അനാലിസിസ് മാത്രമാണ്. we had Dr. Kirti with us to go into the gynecological aspect of this and especially the feminine aspect of this. അപ്പോൾ we have touched all these topics കുറച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് ഇപ്പോൾ ടച്ച് ചെയ്തേക്കുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ലൈക്ക് ദാറ്റ് യു ക്യാൻ either put it in the comment section or you can personally DM us. അപ്പോൾ അങ്ങനെ ഒരു ഇൻക്രീസ്ഡ് ഒരു ഡിമാൻഡുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ we can definitely discuss in detail in the next episode. Thank you so much, Dr. Kirti. താങ്ക് യു.